ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അയ്യോ, നിന്നെ തോടി പെണ്ണെ അവിടെ കെട്ടിവെച്ചേക്കാണോ? എപ്പ നോക്കിയാലും അവിടെ തന്നെ കാണാലോ. എടി എന്തോരം മിറ്റം നിനക്ക് അപ്പുറത്തുണ്ട്. അവിടെ ഒന്നും നിനക്ക് നിൽപ്പുറക്കത്തില്ലല്ലേ? അതെ, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പാത്രം കഴുകാനും തുണി അലക്കാനും പറ്റുമോ? എനിക്ക് മതില് ചാടി ശീലമൊന്നുമില്ല. നീ നിന്റെ കെട്ടിയോനെ അങ്ങ് നോക്കിയാ മതി കേട്ടോ. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാരും കുഞ്ഞുമുള പോലെയാണെന്ന് വിചാരിക്കല്ലേ. അല്ലെങ്കിലും ഇവിടെ പറഞ്ഞിട്ട് എന്തിനാ? അണ്ണ മൂത്താലും മരം കയറ്റം മറക്കത്തില്ലല്ലേ? ഇനിയും വല്ല പെണ്ണുങ്ങളെയും വിളിച്ചോണ്ട് വരാൻ വല്ല പ്ലാനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ അങ്ങ് ഒഴിവായി തന്നേക്കാം. അതാ ഇതിലും ഭേദം. അല്ലാതെ ഞാൻ സമ്മതിക്കില്ലെന്ന് ഓർത്തിട്ടെ എന്നെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാനൊന്നും നോക്കണ്ട. എനിക്ക് പൂർണ്ണ സമ്മത അല്ലേ. വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പേപ്പറിൽ ഇപ്പൊ തന്നെ ഒപ്പിട്ടൊക്കെ തന്നേക്കാം. വയസ്സാം കാലത്ത് തുടങ്ങിയേക്കോ. തിളച്ച വെള്ളം എന്റെ കയ്യിലിരിക്കുന്ന മോന്ത കഴിക്കാതെ നോക്കിക്കോ. ഒരു വിധിയേ. നീരാട റെഡി ആയിട്ടുണ്ട്, വാ. താങ്ക്സ് ചേച്ചി. ചേച്ചി എന്തിനത് അച്ഛന്റെ റൂമിലെ മേശയിൽ വെച്ചത്? അതോ, അരിപാത്രത്തിലും പാത്രത്തിനടിയിലും ഒക്കെ ഞാൻ വെച്ച് നോക്കി. എവിടെ വെച്ചാലും എലിയെ പോലെ പോയി തുറന്നെടുക്കും. പിന്നെ തെരയാത്ത ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അത് അങ്ങേരുടെ മേശ വലിപ്പ. അതെന്തായാലും കൊള്ളാം. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? അതാ ഇപ്പൊ എന്റെ ലോക്കർ. ശരി, നീ ചെല്ല. ഞാനെനിക്ക് ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ട് വരാം. എണ്ണയും കുഴമ്പൊക്കെ തേച്ച് കുളിച്ച് കുട്ടപ്പനായിട്ട് ആരെ പറ്റിക്കാൻ പോവാ? അന്നമ്മേ, അതങ്ങനല്ല. ഇപ്പോ കാര്യങ്ങളാകെ കഷ്ടത്തില. ഒരു 6 മാസത്തെ സമയം കൂടി എനിക്കതാ. ഞാൻ എങ്ങനെയും ശരിയാക്കി തരാം. ഒന്നും ശരിയാവാൻ വേണ്ടി പോകുന്നില്ല. വെള്ള പേപ്പറിൽ ഒരു ഒപ്പ് പോലും വാങ്ങാതെയാ എന്റെ അപ്പൻ തനിക്ക് കാശ് തന്നത്. എടോ, 1 രൂപയെങ്കിലും താൻ തിരിച്ചു തന്നിട്ടുണ്ടോ? മുതലും പലിശയും കൂടി രൂപ എത്രയെന്ന് വല്ല ധാരണയുണ്ടോ? തനിക്ക് ലക്ഷങ്ങൾ എണ്ണി തന്ന എന്റെ അപ്പനും മരിച്ചുപോയി, അതും അറിയാലോ. എനിക്ക് എങ്ങനെയെങ്കിലും പൈസ തിരിച്ചു തന്നേ പറ്റൂ. നടപ്പുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഒരു 10 ലക്ഷം രൂപ കൂടി ഞാൻ അങ്ങ് തരും. വെറുതെ അല്ല, ഈ വീട് എന്റെ പേരിൽ എഴുതി തരണം. എന്ന് മുതലും പലിശയും താൻ തിരിച്ചു തരുന്നോ അന്ന് തിരിച്ചു തന്നേക്കാം. അതാവുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. അത് നടക്കില്ല അന്നമ്മ. എന്ന് പറഞ്ഞാ ഈ വീട് എന്റെ പേരിലല്ല, മോളുടെ പേരില. സ്വന്തം മോളല്ലേ, പിന്നെന്തിനാ ആലോചിക്കുന്നേ? എടോ, അവളുടെ ഒരു ഒപ്പ് മാത്രം പോരെ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും ഒന്ന് വേഗം വേണം. ഞാൻ 2 ദിവസത്തെ സമയം തരും. അതിനുള്ളിൽ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവണം. അതായില്ലെങ്കിൽ എനിക്കറിയാം കാര്യങ്ങള്. അന്നമ്മയെ തനിക്ക് നന്നായിട്ട് അറിയാലോ. അപ്പൊ ഒക്കെ പറഞ്ഞ പോലെ നാളെ കഴിഞ്ഞ് മറ്റന്നാള് പ്രമാണം എന്റെ ഓഫീസില് എന്റെ ടേബിളിൽ കൊണ്ടുവന്ന് തരണം. ഇല്ലെങ്കിലേ ഞാനും എന്റെ പിള്ളേരും കൂടി ഇങ്ങ് വരും, അറിയാലോ. ഒന്നിങ്ങോട്ട് വന്നേ, ഒന്നിങ്ങോട്ട് വരാൻ.
വിട്. വാന്ന്. ഇത് മതി. എന്താ ചേച്ചി ഇവിടെ സംഭവിക്കുന്നേ? എന്തൊക്കെയായി കേക്കുന്നേ? അതെ. ഉം. ഓ, ഇനിയിപ്പോ എന്തോ ചെയ്യും? വേറെന്ത് ചെയ്യാനാ? ഞാൻ ചെന്ന് കരഞ്ഞവളുടെ കാലി പിടിക്കാം. നിങ്ങൾ കരഞ്ഞു വിളിച്ച് കാലേ വിടാലൊന്നും അവൾ ഒപ്പിട്ട് തരത്തില്ല. കാരണേ അവളെ വളർത്തിയത് നിങ്ങളല്ല, ആരാ? അവളുടെ മാമൻ. അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ ആർക്കും പറ്റത്തില്ല. അവളെ വരച്ച വരെ നിർത്താനും. പിന്നെ നമ്മളിപ്പോ എന്തോ ചെയ്യോടി? നിങ്ങൾ ഇങ്ങനെ കിടന്ന് മോങ്ങിയിട്ട് ഒരു കാര്യമില്ല. അവൾ ഇടയ്ക്കൊരു കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്ന് അവള് കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പോകുന്നു, അന്ന് അവൾ ഈ സ്വത്ത് മുഴുവൻ അച്ഛന്റെ പേർക്ക് എഴുതി വെക്കുക. ഇത് നിങ്ങളുടെ പേരിലേക്കൊന്ന് കിട്ടിയാ വേണേ നമുക്ക് വിൽക്കാം, അല്ലെങ്കിൽ പണയം വെക്കാം. അത് നടക്കണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് ചാരുന്റെ കല്യാണം നടത്തി കൊടുക്കണം. ഇരുചെവി അറിയാതെ ഈ സ്വത്ത് നിങ്ങളുടെ പേരിലോട്ട് എഴുതി വാങ്ങണം. അപ്പൊ നമ്മൾ മനസ്സിൽ കരുതിയ പോലെ കാര്യങ്ങളെല്ലാം അങ്ങ് നടക്കും. എന്തു പറയുന്നു? ശരിയാ, പക്ഷേ അവളിത് സമ്മതിക്കോ? ഈ കല്യാണം വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നതൊക്കെയാണ് ആദ്യം കെട്ടിപ്പോകുന്നതും ഒളിച്ചോടി പോകുന്നതും. പക്ഷേ അതിനെ പറ്റിയ ചെറുക്കനെ എവിടെ നിന്ന് കണ്ടുപിടിക്കും? നിങ്ങളെ ചന്തയിലോട്ട് ചെന്നാ മതി, 10 രൂപ കൊടുത്താ മതി, നിരത്തി വെച്ചേക്കല്ലേ. ഇങ്ങനൊരവിഞ്ഞ മനുഷ്യൻ. നിങ്ങൾക്ക് ഇച്ചിരി പോലും വെളിവില്ലാതായോ? ആ ബ്രോക്കർ ചേടംബാസിയോട് വിളിച്ചു പറ, എവിടുന്നേലും ഒന്നിനെ കൊണ്ടുതരാൻ. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് വിളിച്ചു പറ. അത് ഞാൻ തന്നെ പറയണോ? തലയില് എണ്ണ ഇറങ്ങിയടി. എന്നെ തലയിൽ ഇറങ്ങിയടി, എന്റെ ഒരു തലയിലെഴുത്ത്. ഒരു പണിയും ചെയ്യത്തുമില്ല. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം. അതെ, നീ ഒന്ന് വിളിക്ക, ഞാനൊന്ന് മുങ്ങിട്ട് വരാം. മുങ്ങാനുള്ള പോക്കാന്ന് എനിക്കറിയാം, അല്ലല്ലേ എല്ലാം മുങ്ങി കിടക്കുക. അമ്മയും കൂടെ അറിഞ്ഞോണ്ടാ ചേച്ചി ഇതൊക്കെ? മാമനോടൊന്ന് പറഞ്ഞാലോ? അതൊന്നും വേണ്ട മോളെ. ചേച്ചി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഉള്ള വീടും കൂടെ പോവും. നമുക്ക് പോലീസിനെ അറിയിച്ചാലോ? അതൊന്നും വേണ്ട മോളെ. എന്റെ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല.